ഹലോ തുളിസേ, നമസ്കാരമുണ്ട്. അപ്പോൾ ഇന്നത്തെ യാത്ര കുത്തിയൊലിച്ചൊഴുകുന്ന പുഴയിലൂടെ ഒരു സാഹസിക യാത്ര നടത്താൻ വേണ്ടി പോകട്ടോ. സാഹസിക യാത്ര ഒന്നല്ല, ഇനി അത് കയറിയിട്ട് ഈ ഒഴുകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒഴുക്കുള്ള ടൈമിൽ നിങ്ങൾ ഇത് ഓടിക്കൊണ്ടിറങ്ങാൻ നിങ്ങൾക്ക് ഭ്രാന്തെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വരും. പക്ഷേ സംഭവം അതൊന്നുമല്ല. നമ്മുടെ തോണി സേഫ് ആക്കുക എന്നുള്ളൊരു ഉദ്ദേശം വെച്ചുകൊണ്ട് മാത്രം ഞങ്ങൾ പോവുകയാണ്. നല്ല ഒഴുക്കാണ്, നല്ല മഴയാണ്, പ്രളയത്തിന് അതീപമായിട്ടുള്ള കാലാവസ്ഥയിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഒരു നിമിഷം വെള്ളം കയറാവുന്നൊരു സിറ്റുവേഷനിലാണ്. അപ്പോൾ നമ്മുടെ തോണി ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും മാറ്റി കെട്ടണം, ഒഴുക്കില്ലാത്ത സ്ഥലത്തേക്ക് ഒന്ന് സേഫായിട്ട് നമ്മൾ മാറ്റി നിർത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഓക്കെ, പോകുന്ന വഴിക്ക് തേങ്ങയൊക്കെ ഒഴുകി വരുന്നുണ്ട്, അതൊക്കെ എടുത്തുകൊണ്ടാട്ടോ പോകുന്നത്. മഴ എല്ലാവർക്കും ഒരു അനുഗ്രഹമാണ്, പക്ഷേ അമിതമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനുഗ്രഹം ചിലപ്പോൾ തീരദേശത്ത് നിൽക്കുന്നവർക്കും ഇതുപോലെ പുഴയരികിൽ നിൽക്കുന്നവർക്കൊക്കെ അത് വലിയൊരു ഉപദ്രവമായിട്ട് മാറും, ഞങ്ങളെപ്പോലെയുള്ള കുറേ ആളുകൾക്ക്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടുന്ന് വഞ്ചൊക്കെ കെട്ടായി ഞങ്ങളിത് ആ ഒഴുക്കിനെ ഒന്ന് വക വെക്കാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ല, നല്ല കുത്തിയൊളിച്ചൊഴുകുന്ന വെള്ളമാണ്. വെള്ളത്തിൻ്റെ ഒഴുക്ക് നോക്കിയേ. ഞങ്ങൾ ഈ സൈഡിൽ നിന്ന് എടുത്തിട്ട് വേണം ഇനി ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകണം. അവിടെ ഇത്ര വലിയൊരു ഒഴുക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇത് ഡയറക്റ്റ് കടലിലേക്ക് പോകുന്നതിൻ്റെ പേരിൽ തന്നെ ഇവിടെ ഭയങ്കര കുത്തിയൊളിച്ചിട്ടുള്ള ഒഴുക്കാണ് ഇവിടെ ഉള്ളത്. കാരണം ആ സൈഡിലൊക്കെ വെള്ളം കയറിയിരിക്കുകയാണ്. ഇത് ഈ നിൽക്കുന്ന പ്രതിഭാസങ്ങളുണ്ടല്ലോ, ഏത് കുത്തിയൊഴുക്കിന് വകവെക്കാതെ അതിലൊക്കെ നിഷ്പ്രയാസം നീന്തി കരകയറുന്ന വ്യക്തിത്വങ്ങളാണ് നമ്മൾ കൂടെ ഉള്ളത് കേട്ടോ. അപ്പോൾ അവരുള്ള ധൈര്യത്തിലാണ് ഞാനിതിൽ കയറിയിട്ടുള്ളത്. നമ്മളങ്ങനെ ഏകദേശം അപ്പുറത്തെ കരയിൽ എത്തിയിട്ടുണ്ട്. കണ്ടില്ല, ഇവിടെ ഒന്നും കൂടുതൽ ഒഴുക്കൊന്നുമില്ല. ഈ ഭാഗത്ത് വേണം നമുക്ക് സേഫായിട്ട് നമ്മൾ തോണി കെട്ടാൻ വേണ്ടിയിട്ട്. ചെങ്കളെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന ശുഭ പ്രതീക്ഷയോടുകൂടി നൽകണം. ബൈ.